പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രൻ്റെ മകൾ ആരതി ഇന്ത്യയുടെ പ്രതീക്ഷയാണ്. അച്ഛൻ സ്വന്തം കൺമുന്നിൽ കൊല്ലപ്പെട്ട ഹൃദയഭേദകമായ സംഭവത്തിന് ദൃക്സാക്ഷിയാകേണ്ടി വന്ന യുവതി. അച്ഛൻ്റെ മൃതദേഹവുമായാണ് ആരതിയും 2 മക്കളും അമ്മയും കഴിഞ്ഞ ദിവസം രാത്രി കൊച്ചി ഇടപ്പള്ളിയിലെ വീട്ടിൽ തിരികെ എത്തിയത്. മാധ്യമങ്ങളോടവർ പഹൽഗാമിൽ കടന്നുപോയ ദുരന്തം വിവരിച്ചു. പ്രദേശവാസികളും ഒപ്പം നിന്നതായി ആരതി പറഞ്ഞു. സഹോദരങ്ങളെപ്പോലെയാണ് അവിടെ സഹായിച്ച 2 ഡ്രൈവർമാരും പെരുമാറിയെന്നും ആരതി മാധ്യമങ്ങളോട് പറഞ്ഞു. ആരതിയുടെ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് കേരളവും ഇന്ത്യയും. ഈ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ഊർജ്ജമുണ്ട് ആരതിയുടെ വാക്കുകളിൽ. അതിനിടെ കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ VT ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ഭീകരതയ്ക്ക് മതമുണ്ട്, അതൊരു പ്രത്യേക മതം മാത്രമാണെന്ന ആക്രോശമായിരുന്നു തുടക്കം മുതൽ സംഘികളുടെയും ക്രിസംഖ്യകളുടെയും മുന്നകളുടെയും വക. അവരുടെ IT സെൽ സൃഷ്ടിച്ചു നൽകിയ ടെംപ്ലേറ്റ് പ്രതികരണത്തിൻ്റെ 10,000-കണക്കിന് ആവർത്തനം മാത്രമായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയ നിറയെ. അതല്ലാത്ത ഒരു സ്വതന്ത്ര പ്രതികരണത്തെയും അനുവദിച്ചു തരില്ല എന്ന നിലയിലുള്ള അഴിഞ്ഞാട്ടമായിരുന്നു കമൻറ്റ് ബോക്സ് നിറയെ. ഗോദ്രയിലെ ട്രെയിൻ തീവെപ്പിന് തൊട്ടു പിന്നാലെ അതൊരു സുവർണാവസരമായി എടുത്ത് എങ്ങനെയാണ് ഗുജറാത്ത് എന്ന സംസ്ഥാനം മുഴുവൻ മുസ്ലിം വംശഹത്യയ്ക്ക് സംഘപരിവാർ കളമൊരുക്കിയത്, അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അക്രമോത്സുക ക്യാമ്പയിനാണ് ഈ ഭീകരാക്രമണ വിഷയത്തിലും കാണാനാവുന്നത്. അന്നില്ലാതിരുന്ന സോഷ്യൽ മീഡിയ കൂടി ഇന്ന് വിഷം കുത്തിയുറയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനു മുൻപിൽ നമുക്ക് പകച്ചു നിൽക്കാനാവില്ല. കൃത്യമായ അജണ്ട വെച്ച് നാട്ടിൽ വെറുപ്പ് പടർത്തുന്നവർക്കെതിരെ നമുക്ക് നിലപാടെടുത്തേ പറ്റൂ. കേരള പോലീസും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കണം. കശ്മീരിലെ ഭീകരവാദികൾ മുസ്ലിങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരായിരിക്കാം. UPയിലും ഗുജറാത്തിലും ബീഹാറിലുമൊക്കെ ജയ് ശ്രീറാം വിളിച്ച് പശുവിൻ്റെ പേരിൽ മറ്റുള്ളവരെ തല്ലിക്കൊല്ലുന്ന ഭീകരവാദികൾ ഹിന്ദുക്കളെന്ന് സ്വയം വിശേഷിപ്പിക്കാറുള്ളത് പോലെ. എന്നാൽ അവരൊക്കെ ഭീകരവാദികൾ മാത്രമാണ്. അയൽപക്കത്തെ ശത്രുരാജ്യമായ പാകിസ്ഥാൻ്റെ പേറോളിലുള്ള പ്രൊഫഷണൽ തീവ്രവാദികളാണ് കുറേ കാലമായി കാശ്മീരിലുള്ളത്. ശത്രുരാജ്യത്തിൻ്റെ ഈ ആക്രമണങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുന്ന ഇന്ത്യൻ പൗരന്മാരാണ് കശ്മീർ ജനത. അതുകൊണ്ട് തന്നെ കശ്മീരിലെ ഭീകരതയുടെ പേരിൽ, അവരുടെ മതത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ ഒരു മുസ്ലിമിനും തലകുലിക്കേണ്ട കാര്യമില്ല. ഒരാളോടും ക്ഷമാപണം നടത്തേണ്ട കാര്യമില്ല. ആരെയെങ്കിലും എന്തെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള അധിക ഉത്തരവാദിത്വവും ഇന്ത്യയിലെ ഒരു മുസ്ലിമിനും ഈ ഘട്ടത്തിലില്ല. സംഘികളുടെ ഭീകരതയുടെയും കലാപങ്ങളുടെയും ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള അതിക്രമണങ്ങളുടെയും പേരിൽ ഇന്ത്യയിലെ മറ്റൊരു ഹിന്ദുവിനും ആരോടും അപ്പോളജറ്റിക് ആകേണ്ടി വന്നിട്ടില്ല. ആ ഭീകരവാദികളെ നിരന്തരം വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് പോലും ഒരു ഹിന്ദുവിനും അതിൻ്റെ പേരിൽ മറുപടി പറയേണ്ടി വന്നിട്ടില്ല. കശ്മീരിലെ ഈ ഭീകരവാദികൾ ഇപ്പോൾ കൊന്നത് ടൂറിസ്റ്റുകൾക്കിടയിലെ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചാണെങ്കിൽ ഇതുവരെയുള്ള തീവ്രവാദി ആക്രമണങ്ങളിൽ കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അന്നാട്ടുകാരായ മുസ്ലിങ്ങൾ തന്നെയാണ്. ഇന്നലെയും ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ തീവ്രവാദികളോട് പൊരുതി രക്തസാക്ഷിയായ സയ്യിദ് ആദിൽ ഹുസൈൻ ഷായും മുസ്ലിം തന്നെയാണ്. രാത്രി തന്നെ മെഴുകുതിരികളുമേന്തി നാടിൻ്റെ സമാധാനത്തിനായി തെരുവിലിറങ്ങിയതും ഭീകരവാദികൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതും അവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഭീകരതയ്ക്ക് മതമില്ല എന്ന് സാമാന്യ ബോധമുള്ളവർ പറയുന്നത്. എത്ര വൈകാരികത മുറ്റി നിൽക്കുന്ന വേളയിലാണെങ്കിലും ഇത് പറഞ്ഞേ പറ്റൂ. ആൾക്കൂട്ടത്തെ ഇളക്കി വിടുന്നവർക്കെതിരെ വിവേകത്തിൻ്റെ ശബ്ദം ഉയർത്തിയേ പറ്റൂ. VT ബൽറാം കുറിച്ചു.